സഹൃദരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശ്രീഗണനാഥ സിന്ദൂരാവർണ നമ്മൾ ഫസ്റ്റ് പാടി പ്ലെയിനായിട്ട്. ഇനി ഇത് സെക്കൻഡ് സംഗതി വെച്ചിട്ട് സെക്കൻഡ് ടൈപ്പ്. അപ്പോൾ ഇത് ഈ രാഗം മലഹരി രാഗമാണ്, ഞാൻ പറഞ്ഞല്ലോ. മായ മാളവ ഗൗള ആ രാഗത്തിൽ നിന്നും ജനിച്ചതാണ്. 15ാം മേളകർത്ത രാഗമായ മായ മാളവ ഗൗള രാഗത്തിൽ നിന്നും ജനിച്ചതാണ് മലഹരി രാഗം. ഇതിന് ശാന്തമായ മൂഡ് കിട്ടും, ഭക്തി മൂഡ് കിട്ടും, ശോകമായിട്ടും കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള രാഗമാണിത്. കൂടുതലും ഭക്തി ഗാനങ്ങളൊക്കെയാണ് ഇതിൽ ചിട്ടപ്പെടുത്തൽ. നമ്മളൊന്ന് ആരോഹണം അവരോഹണം പറയാം. ആരോഹണത്തില് രി ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, പധ ശുദ്ധ ദൈവതം, അന്തരഗാന്ധാരം. അന്തരഗാന്ധാരാണ് ഇതിൽ വരുന്നത്. പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഇത് അങ്ങോട്ട് പോകുമ്പം 5 സ്വരമുണ്ട്, തിരിച്ചു വരുമ്പോൾ 6 സ്വരം. അപ്പോൾ ഔഡവ ഷാഡവ രാഗാണിത്. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബിൽ തന്നെ വിദഗ്ധരായ ആളുകൾ മലഹരി രാഗത്തിന് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് പരിശോധിച്ചിട്ട് പഠിക്കാം. നമ്മളെല്ലാം കൂടി ഇതിൽ വെക്കുമ്പോൾ നമുക്ക് പാട്ടും സമയം പോയി പോകും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആരോഹണം അവരോഹണം ഒന്ന് പാടിയിട്ട് രണ്ടാമത്തെ സംഗതികളൊക്കെ വെച്ച് പാടാം. ഓക്കെ. ഓക്കെ. അവിടെ ധസയാണ് മാറുന്നത്. കണ്ടോ? അടുത്തത് ഒന്നുകൂടി. ഒന്നുകൂടി. ഇതിന്റെ സാഹിത്യം വേഗത്തിലാണ് പോകുന്നത്. ശ്രീ ഗണ 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 എന്ന് വരും. ധസ ഗണ ശ്രീ ഗണനാഥ നാഥ നാഥ. ഓക്കെ. സിന്ധു സിന്ധു സിന്ധു. അവിടെ രിസയല്ലേ വരിക.
രേ സാ സിന്ധു രാവർണ. ഈ ഗീതം ശരിക്കും നമ്മൾ ഉച്ചാരണ ശുദ്ധി കറക്റ്റായി ചെയ്യണം. എന്നാലേ ഈ ഗീതം നമ്മൾ പാടുന്നതിലൊരു അർത്ഥമുള്ളൂ. ഓക്കെ, ഗണപതി ഗീതാണല്ലോ, അക്ഷരങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഗണനാഥ, ഒന്നുകൂടി, ശ്രീ ഗണനാഥ സിന്ധുരാവർണ സിന്ധു രേ സാ അവിടെ സിന്ധു സിന്ധു രാവർണ രാവർണ കാരുണ സാഗര സാഗര ദമാപ സാഗര എന്ന് വരണം. സാഗര കാരുണ കാരുണ സാഗര സാഗര കാരി കാരി വാദന. അപ്പൊ കരിവാദന എങ്ങനെ വരിക? കാരി 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 വാദന. ഒന്നുകൂടി കരുണ സാഗര കാരുണ സാഗര കാരുണ സാഗര കാരി വാദന കാരി വാദന ലംബോദര ലംബോദര മേകു മേകര മേകു മേകര അംബസുദ. ഒന്നുകൂടി, അംബസുദ ബസുദ 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 അമര വിനോദ അമര വിനോദ ബസുത ബസുത അമര. മനസ്സിലായോ? അമര വിനോദ ലംബോദര ഇത്രയും ഇതേ സംഗതി വെച്ച് നിങ്ങൾ പാടുക. ഫസ്റ്റിലായിട്ടുള്ള ശ്രീഗണനാഥ സെക്കൻഡ് ടൈപ്പാണിത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പാടുക. ഇത്രയും പഠിച്ചിട്ട് കൃത്യമായിട്ട് അത് പാടണം. എന്നിട്ട് അടുത്തത് സിദ്ധചാരണ സകല വിദ്യ ഒക്കെ ഞാൻ ശരിക്കും കറക്റ്റ് ചെയ്ത് തരാം. അപ്പം ഇത് പഠിച്ചോളൂല്ലേ? തെറ്റിക്കാതെ പഠിക്കണം. ഗീതം ഇങ്ങനെയാണ് സെക്കൻഡ് ടൈപ്പ്. ഇത്രയും നന്നായി പാടുക, നല്ല രീതിയിൽ കൃത്യമായിട്ട് സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ക്ഷമയോടെ പഠിച്ചെടുക്കുക. എന്നിട്ട് സെക്കൻഡ് ടൈപ്പ് ഞാൻ ചെയ്തു തരാം. ഫസ്റ്റ് ടൈപ്പ് എല്ലാം പഠിക്കണേ. ഫസ്റ്റിൽ പ്ലെയിൻ അതെല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുക. മനസ്സിലായില്ലേ? ഇത്രയും ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും അറിയാം, ഫസ്റ്റിൽ കാണുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ
ആ ബെല്ലിലുണ്ടല്ലോ, ആ ബെല്ല് പ്രസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാം. എന്തൊക്കെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയും പരസ്പരം നമ്മൾ എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ശരി.